നമസ്കാരം. പ്രിയമുള്ളവരെ, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം ഇന്ന് നടത്തുകയാണ്. ജനാധിപത്യ ഭരണക്രമത്തിൽ ഒരു പൗരനുള്ള ഏറ്റവും വലിയ അവകാശം തൻ്റെ വോട്ട് വിനിയോഗം. ആ വോട്ട് വിനിയോഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് കേരളത്തിൽ അനുവദിച്ചു നൽകിയിട്ടുള്ള ദിവസമാണ് ഇന്ന്. നമ്മളെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ഇലക്ഷൻ ദിന ചിന്തകൾ ഇതുമായി വരുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുവാനുള്ള ആത്യന്തികമായ അവകാശം പൗരനിൽ നിക്ഷിപ്തമാകുമ്പോൾ ഒരു ജനപ്രതിനിധി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ആ പദവിയിൽ ഇരിക്കുകയാണ്. ആ 5 വർഷ കാലയളവിൽ അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി ചെയ്തത് എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് വിലയിരുത്തുവാനോ, അത് എത്രത്തോളം അദ്ദേഹത്തിന്റെ അധികാരം ജനങ്ങൾ നൽകിയ അധികാരം അദ്ദേഹം എത്രത്തോളം വിനിയോഗിച്ചു, നമുക്ക് എത്രത്തോളം ക്ഷേമകരമായ സാഹചര്യങ്ങൾ നൽകി എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്തുവാൻ അവസരം കിട്ടുന്നത് അടുത്ത 5 വർഷം കഴിയുമ്പോഴാണല്ലോ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ 5 വർഷ കാലയളവിനുള്ളിൽ നമ്മുടെ ജനപ്രതിനിധിയെ അദ്ദേഹത്തിന്റെ പ്രവർത്തന വൈഭവം കണക്കിലെടുത്തുകൊണ്ട് ഒരു മാർക്കിങ്ങിന് അല്ലെങ്കിൽ ഒരു ഗ്രേഡ് നിർണയത്തിന് ജനങ്ങൾക്ക് അവകാശം നൽകേണ്ടതല്ലേ? ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ജനപ്രതിനിധിയുടെയും ആ മണ്ഡലത്തിലെ അല്ലെങ്കിൽ തൻ്റെ സംസ്ഥാനത്തെ തൻ്റെ പെർഫോമൻസ് എങ്ങനെയെന്ന് വിലയിരുത്തുവാനും അതനുസരിച്ച് ജനങ്ങൾക്ക് ആ ആളിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നൽകുന്ന ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് A, B, C എന്ന് തരംതിരിച്ചിട്ട് നൽകുകയും അത് ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ 5 വർഷ കാലയളവിൽ ഒരു ജനപ്രതിനിധിക്ക് 5 വർഷവും A ഗ്രേഡാണ് കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് ഏറ്റവും മികച്ചത് ആണ് എന്ന് പറയാം. ഏറ്റവും കുറഞ്ഞ ഗ്രേഡായിട്ടുള്ള C ഗ്രേഡാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെ ഒരുപക്ഷെ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾപ്പെടെ മാറ്റി നിർത്തുവാനുള്ള ഒരു സാഹചര്യം ജനങ്ങൾക്ക് ലഭ്യമാകണം. തീർച്ചയായും പല രാജ്യങ്ങളിലും തങ്ങളുടെ പ്രതിനിധികളെ തിരികെ വിളിക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമാണ്. അത് റൈറ്റ് ടു റീകാൾ, തിരികെ വിളിക്കുന്നതിനുള്ള അവകാശം മിക്ക ഭരണഘടനകളും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. UK-യിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ തന്നെ അതിനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത്, അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ, വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ സർപഞ്ച്, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെയുള്ള ആളുകളെ റീകാൾ ചെയ്യുവാനുള്ള സംസ്ഥാന തലത്തിലുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെ നമുക്ക് ഭരണഘടനയിൽ വേണ്ട ഭേദഗതി ചെയ്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം വിലയിരുത്തിക്കൊണ്ട് ആ ആളുകളെ നമ്മുടെ ഇലക്ഷൻ ഭരണക്രമത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ആളുകളുടെ പ്രവർത്തനം നിർണയിക്കുന്നതിന് ഉള്ള ഒരു അവകാശം കൂടി കിട്ടിയാൽ തീർച്ചയായും ഇന്നുള്ള അവസ്ഥ നമുക്കറിയാം. ഒരു പക്ഷേ തുടർച്ചയായി തിരഞ്ഞെടുക്കുന്ന ആരെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടോ രാഷ്ട്രീയപരമായോ അല്ല ഈ പറയുന്നത്, തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് പലപ്പോഴും വളരെ അബ്സല്യൂട്ട്ലി 0 ആണ് എന്ന് തന്നെ പറയാം. പക്ഷെ അവർ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അപ്പോൾ ഒരു കാലഘട്ടം തന്നെ നമ്മുടെ രാജ്യത്തിനും ജനതയ്ക്കും നഷ്ടപ്പെടുകയാണ്, 5 വർഷ കാലയളവ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ റീകാൾ ചെയ്യാൻ, ദ റൈറ്റ് ടു റീകാൾ എന്നുള്ളത് ഇടപെടുത്തുവാൻ അല്ലെങ്കിൽ നടപ്പിലാക്കുവാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മതിയായ നിയമ നിർമ്മാണം, ഭരണഘടനാ ഭേദഗതി ചെയ്യുകയും സംസ്ഥാന ഗവൺമെന്റുകളും അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണവും ചട്ടങ്ങളും രൂപീകരിക്കുമെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജനപ്രതിനിധികളെ യഥാർത്ഥ അർത്ഥത്തിൽ, അതായത് ജനങ്ങളുടെ
ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരിയുടെ പ്രവർത്തനത്തെ തീർച്ചയായും നമുക്ക് ഒന്ന് കടിഞ്ഞാണിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് കഴിയും. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ 3 വർഷത്തിലധികം തുടർച്ചയായി C ഗ്രേഡ് കിട്ടുന്ന ഒരാളാണെങ്കിൽ ആ ആളിനെ തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന്, തൻ്റെ പദവിയിൽ നിന്ന് പിൻവലിക്കുകയും അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ വ്യവസ്ഥിതി ഉണ്ടായാൽ അത് നന്നായിരിക്കില്ലേ എന്നാണ് ഇന്നത്തെ ഇലക്ഷൻ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള അഭിപ്രായം. നമസ്കാരം.